ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സാഗർ ഓവർ ഹിയർ. എൻ്റെ എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇതെൻ്റെ അച്ഛമ്മയാണ് കേട്ടോ. അച്ഛൻ്റെ അമ്മ തീരായിട്ടില്ല, ഞാൻ കുറച്ചായിട്ട് കൂടി പോയതാണ്. അപ്പോൾ ഒന്നുമില്ല ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോവ ട്രിപ്പിനെ പറ്റി നിങ്ങളോട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം കുറച്ച് സ്പോൺസേഴ്സ് നമ്മളെ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ക്യാഷ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷൂസ്, അതുപോലെ തന്നെ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷൂസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ കസിൻ്റെ വീട് കോഴിക്കോടുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകുന്നത്. ബാക്കി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അത്രേ ഉള്ളൂ. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട് ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അച്ഛമ്മേ ഒരു ടാറ്റ പറഞ്ഞേക്ക്. അവൻ പോവാൻ കേട്ടോ. നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളുടെ കസിൻ. ഇപ്പോൾ ഇന്ന് ഇവൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിലാണ് നമ്മൾ ടീഷർട്ട് നിലമ്പൂർക്ക് കൊണ്ടുവന്നുണ്ട്. നമ്മളുടെ ടീഷർട്ട് സ്പോൺസർ ചെയ്ത ആ കമ്പനി തന്നെയാണ് ഇവർക്ക് ടീഷർട്ട് തയ്പ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ചെറിയ പരിപാടി ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇവൻ്റെ വീട്ടിലാണ് മിസ്റ്റേ. എന്തെങ്കിലും വേണ്ട നമ്മൾ നക്കാൻ പോകുന്നു. അങ്ങനെ ഒന്നും പറയല്ലേ, സ്റ്റാൻഡേർഡ് വേണം. ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിക്കാൻ പോകുന്നു. എങ്ങോട്ട് പോകുന്നു? നമ്മൾ പാരഗൺ. അവിടെ എന്താ കഴിക്കാൻ പോകുന്നു? അവിടെ നല്ല പൊറോട്ടയും ട്രൈബൽ ബീഫും കിട്ടും. പൊറോട്ട ആൻഡ് ട്രൈബൽ ബീഫ് അടിപൊളിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ ബീഫ് ഫ്രൈ എടുത്തില്ലല്ലോ. ഫ്രണ്ട്സ്, ഫൈനലി നമ്മളുടെ കസിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി പരിപാടികൾ നാളെയാണ്. അപ്പോൾ നാളെ ആയിരിക്കും നമ്മളുടെ ഷോപ്പിംഗ് വീഡിയോസും കാര്യങ്ങളും, ഏതൊക്കെ ഷൂ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് നാളെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കിടക്കാൻ പോകുന്നത് ഡിന്നറൊക്കെ കഴിച്ച് സെറ്റായി. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്, സീ യു ടുമോറോ മോർണിംഗ്. ഇവിടെ ഒരാൾ സ്കൂൾ വിട്ട് വരുന്ന സമയമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, രാത്രി 7 മണിക്കാണ് സ്കൂൾ വിട്ട് വരുന്നത്. ആ പറയും ഞാൻ 15-ാം തീയതി. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഇന്നലെ നല്ല സുഖമായി കിടന്നുറങ്ങി. എൻ്റെ വീട്ടിലാട്ടോ കിടന്നത്. ഒരായോടാ ഇത് അച്ചു, അജിൻ നമ്മളുടെ കസിനാണ്, എൻ്റെ ഏട്ടനാണ്. കണ്ടാൽ പറയില്ലെങ്കിലും ഏട്ടനാണ്. ഇതുണ്ടോ, നമ്മളിപ്പോൾ ഡെക്കാത്ലോണിലെത്തി. ഇനിയിപ്പം ഒരു 2 ഷൂസും ഒരു ഷൂവും കുറച്ച് ട്രാക്ക് സ്യൂട്ട്, പിന്നെ 1-2 സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാണ്ട്. അപ്പോൾ അതിനെ വാങ്ങിക്കുന്നത് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ ആളില്ല, അതൊന്നും എടുത്ത് ഇൻട്രോ ജസ്റ്റ് പറഞ്ഞതോളൂ. അപ്പോൾ നമ്മളിതാ അതിനുള്ളിലോട്ട് കയറാൻ പോകണം.
നമ്മൾ ജോഗ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ലാൻഡിങ് വരും. നമ്മൾ ഫ്രണ്ട് ഫുട്ട് അല്ലെങ്കിൽ മിഡ് ഫുട്ടിലേക്ക് ലാൻഡിങ് വരുന്നത്. സോ നമ്മൾ വാക്കിംഗ് വരുന്നത് വെച്ചാൽ വാക്കിംഗ് എൻ്റെ ഡിഫറെൻ്റ് ആണ്. സോ വാക്കിംഗ് സ്പെസിഫിക്കലി നമ്മൾ ആക്ഷൻ വരുന്നത് നമ്മുടെ ഹീലാണ് ലാൻഡിങ് വരുന്നത്. ഈ ഒരു പാർട്ടിലെ ഈ ഒരു പാർട്ടിൽ ലാൻഡിങ് വരുന്നത്. സോ നമ്മൾ വാക്കിംഗ് എപ്പോഴും ആക്ഷൻ വരുന്നത് കാണിച്ചു തരാം. ഇതാണ് വാക്കിങ്ങിൻ്റെ ആക്ഷൻ. ഇതാണ് വാക്കിംഗ്. സോ റൺ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വരിക ഫ്രണ്ട് ഫുട്ടിലായിരിക്കും അല്ലേ? ഫ്രണ്ട് ഫുട്ട് അല്ലെങ്കിൽ മിഡ് ഫുട്ട് രണ്ടും നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ വെരി ലൈറ്റ് ആയിട്ട് ഓടുന്നവരാണെങ്കിൽ മിഡ് ഫുട്ടാണ് യൂസ് ചെയ്യുക. മാരത്തോൺ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഓടുമ്പോൾ ഇപ്പോൾ നമ്മൾ മിഡ് ഫുട്ടാണ് യൂസ് ചെയ്യുക. ബട്ട് സ്പ്രിൻറ്റേഴ്സ് എപ്പോഴും ഫ്രണ്ട് ഫുട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഷൂസ് എടുക്കണം. ഷൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഷൂസ് നമ്മൾ എടുത്ത ഷൂസ് ഇല്ല, ഈ ഷൂസിൻ്റെ ഈ വാക്കിംഗ് ഷൂസിലാണ് വരുന്നത്. ഇവിടെയാണ് കുഷൻ. ഇതിന് ഇവിടെ തന്നെ എല്ലാ ഗ്രിപ്പിംഗ് വരുന്നുണ്ട്. നമ്മുടെ ഹീൽ ലാൻഡിനോട് തന്നെ ഗ്രിപ്പിംഗ് വരുന്നത് കൊണ്ടാണ്. സോ അതേ ഗ്രിപ്പിംഗ് ആയിരിക്കും ഇവിടെയും വരുന്നത്. കാരണം നമ്മുടെ ആക്ഷൻ വരുന്നത് ഈ ഒരു ഏരിയ അതിലൂടെ വന്നിട്ട് ഇതായിരിക്കും ഫ്ലെക്സിബിളായിട്ട് ഈ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. വെൽക്കം. സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ജോഗിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണിത്. ജോഗിങ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈവൻ നമ്മൾ കുറച്ച് വെയിലുള്ള ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും സൺലൈറ്റ് പ്രൊട്ടക്ഷൻ വരുന്നതാണ്. UV പ്രൊട്ടക്ഷൻ UPF 50+. പെട്ടെന്ന് ഡ്രൈ ആവും ചെയ്യും. പെട്ടെന്ന് ക്വിക്ക് ഡ്രൈ ആ മെറ്റീരിയൽ വരുന്നത്. പിന്നെ അതും ക്വിക്ക് ഡ്രൈ മെറ്റീരിയലാണ്. ഫുള്ളി സ്ട്രെച്ചബിൾ ആണ്. നമുക്ക് എത്ര വൈഡ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രോബ്ലം അല്ല. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഉള്ളിൽ ടാഗും വരുന്നുണ്ട് ആ മെറ്റീരിയൽ. നോട്ട് ചെയ്യാൻ പറ്റും ആ മെറ്റീരിയൽ. അല്ല, ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി ഇഷ്യൂ ഇത് ഇല്ല, റിമൂവ് ചെയ്ത വാറണ്ടി ഇഷ്യൂ ഉണ്ട്. നമുക്ക് നോർമൽ വാറണ്ടിയിൽ വരുന്നത് നമുക്ക് ഈ ഒരു കോഡ് വരുന്നുണ്ട്. സോ നല്ല സൈസാണ്. ഇവൻ ഇത് കട്ട് ചെയ്താലും പ്രോബ്ലം അല്ല. പക്ഷേ നിങ്ങൾ സൈസിനായാലും ഈ കോഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. Run. ഫ്രണ്ട്സ്, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ പോകണമെങ്കിൽ ഹോട്ടലിലേക്ക്. 7 hours later. ഫൈനലി ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വീട്ടിലെത്തിരിക്കുകയാണ്. ഞാനൊരു 9:30 സമയമായിപ്പോൾ 9:30 മണിക്കാണ് ഇപ്പോഴാണ് വന്ന് കയറിയിട്ടുള്ളൊരു അറൗണ്ട് 9:15 9:15 കേസ്. എന്നിട്ട് ഇപ്പോൾ 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് എടുത്തു. മുഖം ഒന്ന് കഴുകി സെറ്റായി. എന്നിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇങ്ങോട്ട് വരുന്ന വീഡിയോസ് ഒന്നും കൂടുതൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം ഗോപ്രോ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നൊരു 10 മിനിറ്റ് കുത്തിയിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത്. എന്താണെങ്കിലും അടിച്ചു പൊളിച്ചു ഷോപ്പിംഗ്. കാരണം വിത്തിൻ ദ ബഡ്ജറ്റ് നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റി. ഷൂ ആണെങ്കിലും ഉണ്ടായിരുന്നൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഈ ഒരു പർച്ചേസിങ്ങിന് വേണ്ടി കുറേ പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ ട്രിപ്പ് തന്നെ മൊത്തത്തിൽ കുറേ പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ സ്പോൺസേഴ്സിൽ കുറച്ച് പേര് നമുക്ക് കയ്യിൽ ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇന്നലെ 5:30ക്കാണ് പോയ സമയം. അപ്പോൾ നിങ്ങൾ ഇന്നലെ പോയതൊക്കെ കണ്ടല്ലോ. അത് തന്നെ. എന്താണെങ്കിലും നമ്മളുടെ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. ഇല്ലെങ്കിലും എന്താണെങ്കിലും നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിച്ചത്, അതിൻ്റെ ബഡ്ജറ്റ്, അതായത് അതിൻ്റെ ക്യാഷും കാര്യങ്ങളും. പിന്നെ ഈ ഒരു ട്രിപ്പിന് വേണ്ടി എക്സ്പെൻസ്, അതായത് ട്രിപ്പ് പോയി വന്നതിന് ശേഷം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ട്രിപ്പ് എക്സ്പെൻസ് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ള ഷോപ്പിംഗ്, എന്തൊക്കെ വാങ്ങിച്ചു, പിന്നെ ആ വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കുറേയൊക്കെ ഇന്ന് നമ്മളുടെ ഡെക്കാത്ലോണിലെ സെയിൽസ്
മേനായിട്ടുള്ള അവിടുത്തെ കാതറിക്ക നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ നിങ്ങൾക്ക് എനിക്ക് നല്ല യൂസ്ഫുള്ളായി, നിങ്ങൾക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ചെറിയൊരു വ്ളോഗാണ്, എന്നാലും ലൈഫ് സ്റ്റൈൽ രീതിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, എന്താണെങ്കിലും ഇതിലും നല്ലൊരു കണ്ടന്റ് ഉള്ളൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.